മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് നമ്മൾ ചിന്ത തിരിക്കുന്നത്. ഇനിയുള്ള തുടരെയുള്ള പഠനവും ചർച്ചകളും എല്ലാം ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്കാണ് നമ്മൾ വഴിതിരിച്ചു വിടുന്നത്. നമ്മൾ ഇതുവരെയും വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫെയ്ത്ത് സീരീസിൽ ഏകദേശം 110 എപ്പിസോഡോളം നമ്മളത് ചെയ്തു. ഇനിയും നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ച് ബൈബിളിൽ പഠിപ്പിക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും നമ്മുടെ ഒക്കെ പൊസിഷൻ എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ചും അതുപോലെ അന്ത്യക്രിസ്തുവിൻ്റെ ഭരണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ചിന്തിക്കും. യേശുക്രിസ്തു വരാറായി എന്നുള്ളത് നമ്മൾ ഈ തരണത്തിൽ ഓർക്കുക. യേശുവിൻ്റെ വരവ്, ഒന്നാം വരവ് ഓൾറെഡി വന്നത് 2000 വർഷത്തിന് മുമ്പ് വന്നപ്പോൾ അന്ന് തൊട്ട് ബൈബിൾ വചനങ്ങളിലെ അന്ത്യകാലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യോവേൽ പ്രവചനത്തിൽ കൂടി പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്ത് തൻ്റെ സകല ജഡത്തിന്മേലും ആത്മാവിനെ പകരും. ആത്മാവിനെ പകർന്നപ്പോൾ തൊട്ട് അന്ത്യകാലമായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവിടെ എപ്പിസൽ പത്രോസിൻ്റെ ആയാലും എബ്രായർ ലേഖനങ്ങളിലായാലും അതുപോലെ പൗലോസിൻ്റെ പഠിപ്പിക്കലായാലും എല്ലാം അന്ത്യകാലം എന്നുള്ള ഒരു പഠിപ്പിക്കൽ അതിനകത്തുണ്ട്. അതുകൊണ്ട് അന്ന് തൊട്ട് അന്ത്യകാലം എന്നാണ് ബൈബിള് പറയുന്നത്. കാരണം യേശുക്രിസ്തു എന്ന് വരും എന്ന് ആർക്കും അറിയത്തില്ല. യേശുക്രിസ്തുവിൻ്റെ വരവ് തന്നെ രഹസ്യവരവുമുണ്ട്, പരസ്യവരവുമുണ്ട്. രഹസ്യവരവെന്ന് പറയല്ല, നമ്മളെ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. അതായത് യേശുക്രിസ്തു ആ സമയത്ത് വരത്തില്ല. ക്രിസ്തുവിൻ്റെ വരവ് എന്ന് പറയുന്നത് ഒലിവുമലയിൽ തൻ്റെ വിശുദ്ധന്മാരുമൊത്ത് സ്വർഗീയ സൈന്യങ്ങളുമൊത്ത് കർത്താവ് വരും എന്നുള്ളതാണ് കർത്താവിൻ്റെ വരവ് ഈ ലോകത്തിലേക്ക്. അതെന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ രാജ്യം ആക്ഷരീയമായി ഈ ലോകത്തിൽ സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. ഈ പുനരാഗമനത്തെക്കുറിച്ച് ഇന്ന് അതിനോട് അനുബന്ധമായിട്ടുള്ള വിഷയങ്ങളും ഇന്ന് അനേകം ആളുകൾ പ്രസംഗിക്കാറും പഠിപ്പിക്കാറും ഒന്നുമില്ല. അതിൽ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കാരണം ഇത് ഭാവിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് എന്നാ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഓരോ വാക്കുകളിലും വന്നിട്ടുണ്ട്. ഓരോരുത്തരും പറയുന്നത് ദൈവം എനിക്ക് വെളിപ്പെടുത്തി, അല്ലെങ്കിൽ ദൈവം ഇങ്ങനെയാണ് പറയുന്നത്, പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഡയറക്ഷനിലാണ് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നെങ്കിലും കൺഫ്യൂഷനായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ഇന്നത് പഠിപ്പിക്കാനും പഠിക്കാനും ഒക്കെ ശ്രദ്ധ കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇത് മാത്രമല്ല, 2000 വർഷമായിട്ട് പറയുകയാണ് കർത്താവ് വരും എന്ന്. ഇതുവരെയും കർത്താവ് വന്നിട്ടുമില്ല. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറയും. ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 31, 32, 33 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 29 തൊട്ട് വായിക്കണം. ഒരു ഉപമയെ അവരോട് പറഞ്ഞു, അത്തി മുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ, അവ തളിർക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് സ്വതവേ അറിയുന്നുവല്ലോ. അവിടെ തന്നെ ഇത് സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പീൻ. സകലം സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. യേശുക്രിസ്തുവിനോട് എന്നാണ് കർത്താവിൻ്റെ വരവ്, മനുഷ്യപുത്രൻ ശക്തിയോടും മഹാ തേജസ്സോടും കൂടി എന്നാണ് മേഘങ്ങളിൽ വരുന്നതെന്ന് ശിഷ്യന്മാർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഒരു ഉപമ അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. അത്തി മുതലായ സകല വൃക്ഷങ്ങളെ നോക്കുവിൻ എന്ന് പറഞ്ഞു. ഇതിലേക്ക് ഞാൻ പിന്നീട് നമ്മളത് ഡിസ്കസ് ചെയ്യാനായിട്ട് വരും. എന്നാൽ ഇപ്പം ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത് സകലവും
സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് യേശു പറഞ്ഞു. ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അതായത് സകലവും സംഭവിക്കുവോളം ഈ തലമുറ എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഉള്ള തലമുറ എന്ന് ശിഷ്യന്മാർ ചിന്തിച്ചു. അതുകൊണ്ട് ആ സമയത്ത് തന്നെ കർത്താവ് വീണ്ടും വരുമെന്ന് ഒരു ചിന്ത അവർക്കെല്ലാം ഉണ്ടായിരുന്നു, ശിഷ്യന്മാർക്കെല്ലാം ഉണ്ടായിരുന്നു. കർത്താവ് ആ സമയത്ത് വരും. കാരണം പരിശുദ്ധാത്മാവ് 10 ദിവസം കഴിഞ്ഞപ്പോഴേ വന്നല്ലോ യേശുവിൻ്റെ തേജസ്കരിക്കപ്പെട്ടത്. അതുപോലെ ഇതും യേശുക്രിസ്തുവും എത്രയും പെട്ടെന്ന് വരും എന്നുള്ളൊരു വലിയൊരു കാഴ്ചപ്പാടിലായിരുന്നു അവരെല്ലാം ഇരുന്നത്. അതിനുവേണ്ടി അവർ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജീവൻ കളയാൻ വേണ്ടിയും അവർ അതിനുവേണ്ടി ഒരുങ്ങി. പൗലോസ് പറയുന്നതനുസരിച്ച് പൗലോസ് തന്നെ കാണും എന്നുള്ള രീതിയിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ വല്ലവിധേനയും അവൻ്റെ കാഹളനാദത്തിങ്കിൽ എടുക്കപ്പെടുവാനായി വല്ലവിധേനയും ഞാൻ വലിയ രീതിയിൽ ട്രയൽസ് ഏറ്റെടുത്ത് ഞാൻ ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ ആ പൗലോസ് തന്നെ പിന്നെ തിമോത്തിയോസിനെ എഴുതുമ്പോൾ പറയുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തു എന്ന് പറയുന്ന ഒരു തിങ്കിങ്ങിലേക്ക് വന്നു. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, കർത്താവ് വരും എന്ന് പറഞ്ഞിരുന്നിട്ട് വന്നില്ലല്ലോ എന്ന് ആ തലമുറ ചിന്തിച്ചു. എന്നാൽ ഈ തലമുറയും നമ്മുടെ തലമുറയും ഇത്രയും വർഷം 2000 വർഷമായിട്ട് കർത്താവ് വരും എന്ന് പറഞ്ഞ് ഇതുവരെയും വന്നില്ല. ഇനി ഇപ്പോഴെങ്കിലും വരത്തില്ല. അടുത്ത 2000 വർഷമോ 3000 വർഷമൊക്കെ കഴിഞ്ഞേ വരുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നിങ്ങളധികം വ്യാകുലപ്പെടുകയും വേവലാതിപ്പെടുകയോ ഒന്നും വേണ്ട. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ബൈബിളിൽ പഠിപ്പിക്കാനുണ്ട്, ഇതൊന്നും പഠിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരവസരം. അതുകൊണ്ട് ഞാൻ എൻ്റെ ശ്രോതാക്കളോട് ദയവായി പറയുന്നത്, കർത്താവ് എന്ന് വരുമെന്ന് ആർക്കും അറിയത്തില്ല. എന്നാൽ ഇതിൽ പറയുന്ന ഉപമയിൽ പറയുന്ന ചില കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങളും ശാസ്ത്രപരമായും സാമൂഹികപരമായും ചരിത്രപരമായും ഉള്ള സാഹചര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ കർത്താവ് ഇനി അധികം നാളൊന്നും ഡിലേ ചെയ്യത്തില്ല എന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്, എനിക്കുണ്ട് എന്നെനിക്ക് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ പുനരാഗമനവും അതിനോട് അനുബന്ധിച്ച വിഷയങ്ങളും ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം കർത്താവ് വന്നത് തന്നെ അവൻ്റെ രാജ്യം സ്ഥാപിക്കാനായിട്ടാണ്, ദൈവരാജ്യം സ്ഥാപിക്കുക എന്നുള്ളത്. ദൈവരാജ്യം സ്ഥാപിക്കുന്നത് ആക്ഷരീയമായി ആയിട്ടില്ല, അതിനിയും ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നതേ ഉള്ളൂ. ആക്ഷരീയമായിട്ട് ഒരു ദൈവരാജ്യം ഇവിടെ സ്ഥാപിക്കപ്പെടും. അതിനുവേണ്ടിയും കൂടെയാണ് കർത്താവ് വന്നത്. നമ്മൾ തുടർന്നുള്ള പല എപ്പിസോഡുകളിലും അതിനെക്കുറിച്ച്, അതിൻ്റെ പോസിബിലിറ്റീസ്, അത് നമ്മുടെ അതിനകത്തെ റോള്, കാര്യങ്ങളും എല്ലാം അതിനകത്ത് ചിന്തിക്കുമ്പോൾ എന്നോട് കൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒരു ക്ലിയറായിട്ട് മനസ്സിലാവും എന്നുള്ളതാണ്. ബൈബിൾ പ്രകാരം നമുക്ക് ഏകദേശം 6000 വർഷങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ചരിത്രത്തിലും സയൻസിലും ഒക്കെ ഒരുപാട് വർഷങ്ങൾ, മില്യൺ ഇയറും ഒക്കെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവൈലബിളായിട്ടുള്ള ആദം മുതൽ ഇന്ന് വരെ ആയിട്ട് നമുക്ക് അവൈലബിളായിട്ട് ഏകദേശം 6000 വർഷങ്ങളാണുള്ളത്. മുഴുവൻ സമയങ്ങളെയും നമ്മൾ യുഗങ്ങളാക്കി തിരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ 7 യുഗം ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അതിൽ കുറച്ചും കൂടെ നമുക്ക് പറയാം. എന്നാലും 7 യുഗമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് നിഷ്പാപ യുഗം, പാപമില്ലാത്ത യുഗം, നോ സിൻ പീരിയഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിപ്പ് മുതൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെയും ഹവ്വായെയും പുറത്താക്കിയത് വരെയുള്ള സമയം. പാപം അതുവരെ ഇല്ലായിരുന്നു, അന്നേരം പാപമില്ലാത്തൊരു യുഗമായിരുന്നു. അന്നേരം പാപം കയറിയതോടുകൂടി ആദാമിനെയും ഹവ്വായെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. രണ്ടാമത്തെ ഒരു യുഗം നമ്മൾ നോക്കുമ്പോൾ മനസാക്ഷി യുഗമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനസാക്ഷി അനുസരിച്ച് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരുന്നു. ഏദനിൽ നിന്ന് പുറത്താക്കിയ ആദാമും ഹവ്വായും അവിടം തൊട്ട് ഏകദേശം
1656 വർഷങ്ങൾ ജലപ്രളയം വരെയുള്ള സമയം ആയിരുന്നു ഈ മനസാക്ഷി യുഗം എന്ന് പറയുന്നത്. ആ സമയത്ത് ഒന്നുമില്ല, ദർശനങ്ങളൊന്നുമില്ല, മനസാക്ഷി അനുസരിച്ച് ജീവിച്ചിരുന്നു എന്ന് കാണുന്നു. മൂന്നാമത് മാനുഷിക ഭരണയുഗം, മാൻസ് റൂളിംഗ് പീരിയഡ്. ജലപ്രളയം മുതൽ അബ്രഹാമിൻ്റെ വിളി വരെയുള്ള 427 വർഷങ്ങളെയാണ് മാനുഷിക ഭരണയുഗം എന്ന് പറയുന്നത്. അന്ന് മനുഷ്യനായിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് കാണുന്നു. പിന്നീട് ഉള്ളത് പ്രോമിസ്ഡ് പീരീഡാണ്, വാഗ്ദത്ത യുഗം, 4ാമത്തെ യുഗം. അത് ദൈവം അബ്രഹാമിനെ വിളിച്ചത് മുതൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഉള്ള മടങ്ങിവരവും ന്യായപ്രമാണം ലഭിച്ചത് വരെയുള്ള കാലം, മോശയൊക്കെ ന്യായപ്രമാണം കൊടുത്ത സമയം വരെയുള്ള പ്രോമിസ്ഡ് യുഗം, വാഗ്ദത്ത യുഗം എന്ന് നമ്മൾ പറയും. 5ാമത്തെ യുഗം ന്യായപ്രമാണ യുഗമാണ്, ലോസ് പീരീഡ്. ന്യായപ്രമാണം ലഭിച്ചത് മുതൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെയുള്ള കാലമാണ് ഈ ന്യായപ്രമാണ യുഗം എന്ന് പറയുന്നത്. ആ സമയത്ത് അവർക്ക് ലോസ് ഉണ്ടായിരുന്നു, കർത്താവിൻ്റെ 10 കൽപ്പനകൾ, അതിനോട് ചേർന്ന് അനുബന്ധമായിട്ടുള്ള എല്ലാ കൽപ്പനകളും അവർക്കുണ്ടായിരുന്നു. ഇതെല്ലാം ആചരിക്കുകയും പ്രമാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു ലോസ് പീരീഡ്. അതിനുശേഷം ഉള്ളതായിരുന്നു കൃപായുഗം, ഗ്രേസ് പീരീഡ്, 6ാമത്തെ ഒരു യുഗമായിരുന്നു. ക്രിസ്തീയ സഭയുടെ ആരംഭം, കർത്താവിൻ്റെ മരണവും ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽപ്പ്, ആ സമയം തൊട്ട് ഇങ്ങോട്ടുള്ള പീരീഡ്, ദാറ്റ് ഈസ് ഗോയിങ്. ഇപ്പോഴും കൃപായുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കൃപായുഗം എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പാപത്തിന് ഒത്തവണ്ണം ദൈവം നമ്മളോട് കണക്കിടാതിരിക്കുന്ന ഒരു യുഗം എന്ന് പറഞ്ഞാൽ കൃപയാലെ നമ്മളോട് ക്ഷമിച്ചിരിക്കുന്ന യുഗം. വേറൊരു രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു, അതിനാൽ പാപക്ഷമ പ്രാപിക്കുന്ന യുഗം. കൃപായുഗം കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ യുഗമാണ് ഭാവി യുഗം. ഈ ഭാവി യുഗം എന്ന് പറഞ്ഞാൽ ഇതുവരെയും ഒന്നും വന്നിട്ടില്ല. അതിനകത്ത് നമ്മളതൊരു 3 ഘടകങ്ങളായിട്ട് അത് ഡിവൈഡ് ചെയ്താൽ ആ ഭാവി യുഗത്തിലെ മഹോദ്രവ കാലഘട്ടം, ചില ട്രിബുലേഷൻ പീരീഡ്, 7 വർഷം അന്തിക്രിസ്തു അല്ലെങ്കിൽ ആൻറ്റി ക്രൈസ്റ്റ് നമ്മളെ ഭരിക്കുന്ന സമയം, അത് കഴിഞ്ഞിട്ട് അവനെ പിടിച്ച് ചങ്ങലയിലിട്ട് 1000 ആണ്ട് വാഴ്ചക്കാലം, സഹസ്രാബ്ദകാലം, ദൈവിക ഭരണം നടക്കുന്ന സമയം. അതിൻ്റെ എൻഡിൽ ന്യായവിധിയെല്ലാം നടത്തി ദുഷ്ടന്മാരെ എല്ലാം നരകത്തിലേക്കിട്ട് ദൈവിക രാജ്യം, നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന എറ്റേണിറ്റി. അത് 9ാമത്തെ ഐറ്റം എന്ന് പറയും. 7ാമത്തെ ഭാവി യുഗം ഒരുമിച്ച് ഞാൻ അതൊന്ന് ഡിവൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 7 യുഗങ്ങൾ ആണ് ഉള്ളത്. അതിൽ 6ാമത്തെ യുഗത്തിലാണ് നമ്മൾ നിൽക്കുന്നത്, കൃപായുഗം. ഈ കൃപായുഗം എന്ന് പറയുന്നത് വലിയൊരു അക്കോമഡേറ്റീവ് യുഗമാണ്. ഇതുവരെ ഇല്ലാത്തൊരു അനുഭവത്തിലുള്ളൊരു യുഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞു അത് ദൈവത്തിൻ്റെ വലിയ രക്ഷണ്യമായിട്ടുള്ള പ്രവർത്തനം. തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞപ്പോഴേ അത് ജാതികൾ മുഴുവൻ കർത്താവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു സമയം. അതുകൊണ്ടാണ് അത് നമുക്കും അവകാശമായി അത് കിട്ടിയത്. മനുഷ്യനെ സൃഷ്ടിച്ച് 6000 വർഷം കഴിഞ്ഞു. 6000 വർഷം കഴിഞ്ഞു. അന്നേരം കർത്താവ് പറയുന്നുണ്ട്, 2 പത്രോസ് 3:8, സങ്കീർത്തനം 90:4, ഇതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം 1000 ദിവസത്തിന് തുല്യമാണ്, ആണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളതങ്ങനെ ഒരു മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ അത് പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സമയം ദൈവം കാലത്തിനും സമയത്തിനുമൊക്കെ അതീതമാണ്. ദൈവത്തിന് പാസ്റ്റ് ഇല്ല, നമുക്കാണ് ടൈം ഉള്ളത്, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ. ദൈവത്തിനെല്ലാം പ്രസൻ്റാണ്, ഒറ്റ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ദൈവം അനാദിയായും ശാശ്വതമായും ദൈവമാണ്. അവിടെ ദൈവത്തിന് ടൈം ഫാക്ടർ ഒന്നുമില്ല. ഈ ടൈം ഫാക്ടറി കൊണ്ടുവന്ന് ദൈവത്തെ നമ്മൾ പൂട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പറയുന്നതാണ്. 1000 സംവത്സരം ഒരു ദിവസം പോലെയൊക്കെയാണ് എന്നങ്ങ് പറയും, നമുക്ക് മനസ്സിലാക്കാൻ. അന്നേരം സാധാരണ രീതിയിൽ ദൈവത്തിൻ്റെ ക്രിയേഷനിനകത്ത് നോക്കുമ്പോൾ ദൈവം 7ാം ദിവസം സ്വസ്ഥമായിരുന്നു എന്ന് കാണും. 6000 വർഷം എന്നൊക്കെ പറയുമ്പോൾ
6 വർഷം കഴിഞ്ഞ് 7-ാം വർഷം ദൈവത്തിൻ്റെ രാജ്യം ആശ്ചര്യമായി തുടങ്ങാൻ സമയമായി എന്ന് ഒരു ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. പഴയ നിയമത്തിൽ അതുപോലെ ശബത്ത് ദിവസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതും 7-ാം ദിവസത്തിൽ ദൈവം സ്വസ്ഥമായിരുന്നു എന്നാണ് പറയുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് ആസന്നമായി. ഈ ആണ്ടുകളിൽ നമ്മൾ നേരത്തെ ഉള്ള കലണ്ടറിനകത്ത് 360 ദിവസമാണുള്ളത്. കലണ്ടറൊക്കെ പിന്നീടാണ് തുടങ്ങി. അതിന് മുമ്പ് അതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഗ്രിഗോറിയൻ കലണ്ടറൊക്കെ വന്നു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന കലണ്ടർ അതിനകത്ത് 365 ദിവസമായി. അതിനകത്തൊക്കെ ഒരുപാട് കാൽക്കുലേഷൻ. നമ്മളതുകൊണ്ട് ഡേറ്റും ടൈമും ഒന്നും നോക്കി പറയല്ല. നമ്മൾ പറയുന്നത് കർത്താവ് വരാൻ കാലമായി. പ്രത്യേകിച്ച് നമ്മളിന്ന് വായിച്ച ഭാഗം പോലെ ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അന്ന് തൊട്ടിങ്ങനെ പറയുകയാണ്, ഈ തലമുറ ഒഴിഞ്ഞു പോവുകയില്ല. എത്രയോ തലമുറ ഒഴിഞ്ഞു പോയി ബ്രദറെ, ഇനി ഞങ്ങളുടെ തലമുറയെ ഒഴിഞ്ഞു പോകത്തില്ലേ എന്നൊക്കെ പറയുന്നെങ്കിൽ സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുന്നതെല്ലാം നമ്മളെ കാണിക്കുന്നത് കർത്താവ് വരാറായി എന്നുള്ളതാണ്. തുടർന്ന് ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ചെറിയ തോട്ടുകളായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ യുഗങ്ങളെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ബൈബിൾ പ്രകാരം ഉള്ള യുഗങ്ങളെക്കുറിച്ച് 7 യുഗങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതുപോലെ കർത്താവ് വരാറായി എന്നുള്ളൊരു ചിന്ത നമ്മളെ ഈ ദിവസങ്ങളിൽ ഭരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ ആ ഉദ്ദേശത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേരണം. കർത്താവ് വരുമ്പോൾ അവനെ കാണണം, അവനെ എതിരേൽക്കണം. ഇതാവുന്നു നമ്മുടെ ചിന്ത. നമ്മൾ തുടർന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കും. തീർച്ചയായും ഇത് നമുക്ക് പ്രയോജനമായി തീർന്നു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിച്ചു. അതുകൊണ്ട് നമ്മൾ തുടർന്നും ഇത് ചിന്തിക്കുന്നതാണ്. ഈ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും ഒക്കെയുള്ള ഭാഗങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അത് ഏത് രീതിയിലാണ് നടക്കുന്നത്, ഓരോ അടയാളങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ചിന്തിക്കും. ദിവസവും കാണണം, എല്ലാവരും അത് ശ്രദ്ധിക്കണം. തീർച്ചയായും ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ടെടുക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് ചിന്തിക്കുന്ന സാഹചര്യങ്ങളാവുന്നു. ദൈവമേ, ഈ കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ കർത്താവെ എഴുതപ്പെട്ട വചനത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിച്ചു പോകാനായിട്ട് കർത്താവെ നീ അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രം ഒരു രീതിയിൽ പഠിപ്പിക്കുന്നു, അതുപോലെ ചരിത്രം ഒരു രീതിയിൽ കാര്യങ്ങൾ കാണിക്കുന്നു. ഇതെല്ലാം തന്നെ കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ വരവേറ്റവും ആസന്നമായി എന്നുള്ളതാണ്. അത് ഞങ്ങൾ ചിന്തിപ്പാനായിട്ട് ഈ ദിവസങ്ങളിൽ ഇടവരുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതലായിട്ട് നിൻ്റെ വചനം പഠിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, തളർവാദം പോലെ ശരീരത്തിൽ കർത്താവെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത രീതിയിൽ ബെഡിലായിരിക്കുന്ന ചില വ്യക്തിത്വങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നു. ചില അസുഖങ്ങളുകൊണ്ട്, ഞരമ്പിൻ്റെ പ്രയാസങ്ങളുകൊണ്ടും ഒക്കെ എഴുന്നേൽക്കുവാൻ വയ്യാതെ വിഷമിക്കുന്നവരെ കർത്താവെ ഈ സമയത്ത് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് മാറ്റണമേ. വാർദ്ധക്യ ക്ഷീണമല്ല കർത്താവെ, അവർക്ക് പ്രായമായിട്ടില്ല, എന്നാലും കർത്താവെ ചില ശരീരത്തിൻ്റെ ചില ഞരമ്പുകൾ തളർന്നതുകൊണ്ടോ ഒക്കെ കർത്താവെ ചില കൈകൾ പൊക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലിരിക്കുന്ന ചില വ്യക്തികളെ ദൈവം കാണിച്ചു തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു റിലീസ് ഇന്ന് രാത്രികാലം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ആണിപ്പഴുതുള്ള കരം അവിടെ തൊടട്ടെ, സൗഖ്യമാക്കട്ടെ. കർത്താവെ, അവരെ എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നും നിനക്ക് അസാധ്യമായിട്ടില്ലാത്തതുകൊണ്ട് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വീട് അനുഗ്രഹിക്കപ്പെടുവാനും എല്ലാവരും നിൻ്റെ സന്നിധിയിൽ അതിനെ സ്തുതിപ്പാനും അത് കാരണമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെ എല്ലാവരും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്ര യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാണമേ. ആമേൻ. നിങ്ങൾ തുടർന്നും കാണുക. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റ് അതിലേക്ക് അയച്ചു തരിക. ആദ്യമായിട്ട് കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിലെ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇത് ഒരു സഭയുടെ പഠിപ്പിക്കലായിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ പഠിപ്പിക്കലായിട്ടോ അല്ല. ഇത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ റെഫർ ചെയ്യും. അതുപോലെ ബൈബിളിൽ നിന്നും, അതുപോലെ ഇതുവരെ എഴുതപ്പെട്ട ഏകദേശം കുറേ പുസ്തകങ്ങളിൽ നിന്ന് റെഫർ ചെയ്തതും ഞാൻ പഠിച്ചിരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ഇപ്പോഴുള്ള ശാസ്ത്രത്തിൽ നിന്നുള്ള തെളിവുകളിൽ നിന്നുമൊക്കെയാണ് ഇത് സമർത്ഥിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവും. തുടർന്നുള്ള എപ്പിസോഡുകൾ നിങ്ങൾ കേൾക്കുക, അനുഗ്രഹിക്കപ്പെടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.